നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഇതിനകത്തുണ്ടായിരുന്നോടി? എവിടെ ഒളിച്ചിരിക്കായിരുന്നു? എവിടെ ഒളിച്ചില്ല, പ്രതിഭയുടെ മുറിയിലുണ്ടായിരുന്നു. ഓ കൊള്ളാം. എടി, നീ കാരണം എന്റെ മകനെ ഇപ്പൊ പോലീസിന്റെ പിടിയിലായത്. എടുത്തി സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ദാ ഈ ഹെൽമെറ്റ് വെച്ച് വണ്ടി കയറ്. നീ ഇവളെ കൊണ്ട് എങ്ങോട്ട് പോടാ? അത് തീരുമാനിച്ചില്ല. ദേ പിന്നൊരു കാര്യം, ദാ സോനെ നീയും കൂടി കേൾക്കാനാ. ഞങ്ങളെ വഴി വെച്ച് പോലീസ് പിടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒറ്റ കൊടുത്തോണ്ട് മാത്രമായിരിക്കും. സോനെ അത് ചെയ്യരുത്. എടുത്തി കയറ്, കയറെടുത്തി. ഒരു കുഴപ്പമില്ല, സേഫാ, വേം വിട്ടു. അമ്പിളി നമ്മളെ അതെങ്കിലേ ഞങ്ങളിത് ഇറങ്ങാം. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. പറ്റിയ അനുവിനം കൊണ്ട് ഞങ്ങൾ ആദ്യം അങ്ങോട്ട് വരാം. ശരിയെങ്കിൽ ഓക്കെ. ദാസങ്ങൾ വീണ്ടും വിളിച്ചതാ. അദ്ദേഹം അഡ്വക്കേറ്റായിട്ട് സംസാരിച്ചു. അപ്പൊ ഈ മുൻകൂർ ജാമ്യത്തിനായി ഉടൻ കോടതിയെ സമീപിക്കുന്നതായിരിക്കും നല്ലതെന്നാ അഡ്വക്കേറ്റിന്റെ അഭിപ്രായം. എങ്കിൽ പിന്നെ അതാ നല്ലത്. മുൻകൂർ ജാമ്യം കിട്ടിയ പിന്നെ റിമാൻഡ് ചെയ്യില്ലല്ലോ. നമുക്ക് അനുവിനെയും കൊണ്ട് അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് തന്നെ ആദ്യം പോകാൻ. അല്ല, അഡ്വക്കേറ്റിന് ടൈം കൂടി ചോദിച്ച ശേഷം അങ്കിൾ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പൊ നമുക്ക് ഇറങ്ങാമോ? ശരി. പൊട്ടംപിളി മോളെ, എടുത്തി അങ്ങോട്ട് ചെല്ല്. മോനെ, അനുമോളെ, ഞങ്ങൾ നിന്നെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇറങ്ങായിരുന്നു. അത് അച്ഛാ, എന്താണോ നിങ്ങളെന്താ പെട്ടെന്ന് വന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രഘുവേട്ടാ, അവിടെ പോലീസ് വന്നിരുന്നു. പോലീസ്? എടുത്തി ബുദ്ധിപൂർവ്വം പോലീസിന് പിടികൊടുക്കാതെ മാറി നിന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഏത് നിമിഷവും പോലീസ് എടുത്തി തെരഞ്ഞു വരാം. മോളെ, രഘുമനെ പെട്ടെന്ന് വണ്ടി എടുക്ക്. ഇവിടെ സുരക്ഷിതമല്ല. നമുക്ക് വേഗം പഞ്ചരത്നത്തിലേക്ക് തന്നെ പോവാം. ഇല്ല അച്ഛാ, ഞാൻ എങ്ങോട്ടും ഇല്ല. പോലീസ് എനിക്ക് പകരം ഇന്ദ്രേട്ടനെ പിടിച്ചോണ്ട് പോയിരിക്ക. ഇന്ദ്രേട്ടൻ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോ എനിക്ക് എവിടെയും പോയി രക്ഷപ്പെടണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണോ? ഇനി നീ പോലീസിന് പിടികൊടുത്ത ഇപ്പൊ അവരുടെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടതിന്റെ പക കൂടി അവർ നിന്നോട് കാണിക്കില്ലേ? ഇന്ദ്രനെതിരെ തെളിവുകളൊന്നുമില്ലാതെ അവർക്ക് അവനെ ഒന്നും ചെയ്യാനാവില്ല. നിന്റെ കാര്യം അതല്ലല്ലോ മോളെ. അവര് നിന്നെ അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് ഹാജരാക്കും. അതെ അനു, നീ അച്ഛൻ പറയുന്നതൊന്നും അനുസരിക്കേ. അതെ ചേച്ചി, ഇന്ദ്രേട്ടനൊന്നും വരില്ല. അതൊക്കെ ബാക്കിയുള്ളവർ നോക്കിക്കോളും. തൽക്കാലം ചേച്ചി എങ്ങോട്ടെങ്കിലും മാറിയിരിക്കുന്നത് തന്നെയാ നല്ലത്. നോക്കാൻ ചേരൂ. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇന്ദ്രേട്ടന്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഇന്ദ്രേട്ടൻ പോലീസിന് കൈമാറിയ അവര് പിന്നെ എന്നെ തിരക്കി വരില്ല. അതിനൊരു ഉറപ്പുമില്ലല്ലോ എടുത്തി. അതിലൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നവരെയെങ്കിലും എടുത്തി ഒന്ന് മാറി നിൽക്ക്. പോലീസ് അവിടെ വന്നപ്പോ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടില്ലേ സത്യ? ഇവിടുന്നും എന്നെ ആരും കൊണ്ടുപോവില്ല. നീ വേഗം സ്റ്റേഷനിൽ പോയി ഇന്ദ്രേട്ടനെ കണ്ട് ആ തെളിവുകൾ ആരുടെ കയ്യിലാണെന്ന് ചോദിക്ക്. ഞാൻ തൽക്കാലം ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മാഷേ,
രഘുവേട്ടാ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. നീ കയറുന്നില്ല സത്യ? ഇല്ല, പെട്ടെന്ന് ചെല്ലട്ടെ. ചേച്ചി വാ. ചേച്ചി കുടിക്കാൻ വേറെ എന്തെങ്കിലും എടുക്കണോ? വേണ്ട മോളെ, ഇത് മതി. മോനെ, നിനക്ക് എന്തെങ്കിലും വേണോടാ? മോനെന്നാ ഇവിടെ നിന്ന് കളിച്ചോട്ടാ. അപ്പുറത്തെ മുറിയിലെ ലച്ചൂട്ടിയുണ്ട്, വെക്കും. എടിയനു, എല്ലാവരും നിന്റെ രക്ഷയോർത്ത് ഇവിടെ നിന്ന് മാറാൻ പറയുന്നത്. ചേച്ചി, അതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്കൊരു മനസ്സില്ലേ? ഇന്ദ്രേട്ടൻ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പ തന്നെ പോലീസിന് കീഴടങ്ങുമായിരുന്നു. ഇന്ദ്രേട്ടനും ഇപ്പൊ ചിന്തിക്കുന്നതും ചേച്ചിയെ രക്ഷിക്കുന്നതിനെ കുറിച്ചായിരിക്കും. ചേച്ചി പോലീസിന് പിടികൊടുക്കാത്തോണ്ട് ബാക്കിയുള്ളവര് ചേച്ചിയെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഇന്ദ്രേട്ടൻ.